എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ക്രീം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് വന്നത്. ഞാനിത് ഒരു ഡിസംബർ ജനുവരി ടൈമിൽ പർച്ചേസ് ചെയ്തതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖം ഇങ്ങനെ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പം പൊതുവേ എൻ്റെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആണ്. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ വിൻ്റർ ആ സീസണും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും മുഖം ഒന്നും കൂടെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലിക്കൊക്കെ പോകുന്ന സമയമാണ്. എനിക്കൊരു ഇതും കൂടെ മേടിക്കണം, ഒരു ക്രീം എനിക്ക് എമർജൻസി ആയിട്ട് തോന്നി. അപ്പോൾ പൊതുവേ എനിക്ക് ഒരു ക്രീമുകളും അങ്ങനെ എനിക്ക് പിടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പൊതുവേ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് യൂസ് ചെയ്യേണ്ട അത്യാവശ്യ ഘട്ടം വന്നതുകൊണ്ട് ഞാനൊരു ക്രീം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിൽ 1-2 ഷോപ്പുകളിൽ ഇങ്ങനെ ചെന്ന് ചോദിച്ചു. എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ചുള്ളത് വേണം. കാരണം എനിക്ക് മോയ്സ്ചറൈസിങ്ങും UV പ്രൊട്ടക്റ്റഡും കൂടി ആയിട്ടുള്ള ഒരു ക്രീം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇവരെനിക്ക് സജസ്റ്റ് ചെയ്തു. സാധാരണ അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചുള്ളത് അങ്ങനെ വരാറില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എനിക്കറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച്, കൂടുതൽ ബ്യൂട്ടി പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് അധികം അറിവില്ല. എനിവേ അപ്പോൾ ആ കടക്കാരൻ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഇത് മാമാ എർത്തിൻ്റെ ഇത് ഡേ ക്രീം. അപ്പോൾ ഇത് SPF 30 ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം 599 രൂപയാണ് ഇതിൻ്റെ വില. ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ, കമ്പനിക്കാരൊന്നും എന്നെ ഏൽപ്പിച്ച കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാനിത് എൻ്റെ അനുഭവം പറയുന്നതാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇത്രയുള്ളൊരു സംഭവമാണ് കിട്ടണത്. അപ്പോൾ കവറ് കുറച്ച് വലുതാണ്, ഇത് ഇച്ചിരി കൂടെ ചെറുതാണ്. അപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോൾ മെയ് ആയല്ലോ. അപ്പം ഏതാണ്ട് 6 മാസത്തോളമായി ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, തീർന്നിട്ടുമില്ല. ഇനിയും ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇതാ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മുഖത്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നല്ല, നമുക്ക് സാധാരണ ക്രീമൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഓയിലി ആയിരിക്കും. മോയ്സ്ചറൈസിങ് ആകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമുക്കൊരു ഈ SPF ഒക്കെ, അതായത് UV പ്രൊട്ടക്റ്റഡ് ക്രീമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 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 എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എത്ര വില കൂടിയ ക്രീം മേടിച്ചാലും, ഞാനങ്ങനെ ഒത്തിരി വില കൂടിയതൊന്നും മേടിക്കുന്ന ആളല്ല, എത്ര നമ്മൾ നല്ല ബ്രാൻഡുകൾ നോക്കി മേടിച്ചാലും എനിക്കൊരു ഒരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യും. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റനിങ് ക്രീമും കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഒരു പുകച്ചിൽ പോലെ, നമുക്കൊരു ക്രീം തേക്കുമ്പോൾ ഒരു പുകച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനകത്ത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ക്രീം തേച്ച് നിന്നും അങ്ങനെ മനസ്സിലാകത്തില്ല. എന്നാൽ നല്ല മോയ്സ്ചറൈസിങ്ങുമാണ്, SPF പ്രൊട്ടക്റ്റഡുമാണ്, നല്ല സൺ പ്രൊട്ടക്റ്റഡുമാണ്. അതിനെല്ലാം കൂടെ നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയിപ്പോൾ വേറെ ക്രീമുകളൊന്നും, ഇത് നാച്ചുറലാണെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ടർമറിക് ആൻഡ് സഫ്രോൺ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയണത്. അപ്പോൾ ഈ മാമാ എർത്ത് ആണല്ലോ, അപ്പോൾ പിന്നെ ഇത് കുറച്ചുകൂടെ അതായത് കുഞ്ഞുങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നിങ്ങൾക്കറിയാലോ ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം എന്തായാലും ഈ ക്രീം നല്ല സൂപ്പറാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ക്രീമാണിത്. അപ്പം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഒത്തിരി പേര് ഇങ്ങനെ ക്രീമുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും, യൂസ്ഫുള്ളാകും. അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.